രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം എന്താന്ന് തേടി വരരുചി പോവുകയും അതിനൊരു മറുപടി ലഭിക്കുകയും അല്ലെ, അതല്ലാതെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നുള്ളൊരു ശ്ലോകമോ ഭാഗമോ രാമായണത്തിലെ? നോക്കൂ, ഇതേ ചോദ്യം ഒരിക്കൽ ഭഗവത്ഗീതയെ സംബന്ധിച്ച് വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട്. സ്വാമിജി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏത്, സ്വാമിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിവേകാനന്ദൻ അതിന് പറയുന്ന ഉത്തരം ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്, അതിലങ്ങനെ പ്രധാനപ്പെട്ടതൊന്നുമില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് സ്വാമിജി പറയുന്ന വാക്കാണ് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന എന്ന് പറയുന്ന ആ വാക്കുണ്ട്. ഇതേപോലെയാണ് രാമായണത്തെ സംബന്ധിച്ചു. രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ രാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം സത്യത്തിൽ ഇന്നത്തെ, പ്രത്യേകിച്ചും നമ്മുടെ വീടുകൾ, നമ്മുടെ വളരുന്ന തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹത്തിന്, നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിനെയൊക്കെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, നേരത്തെ പറഞ്ഞ ആ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ അടവിം വിദ്ധി ഗച്ഛ താത യഥാസുഖം. ഈ പറയുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കണം. ഇത് പറയുന്നത് സുമിത്ര ദേവിയാണ്. ഈ രാമായണത്തിലെ വിജ്ഞാനം ഒരാളിൽ സ്വരൂപമായിട്ടുണ്ടോ അത് സാക്ഷാൽ സുമിത്ര മാതാവാണ്. വേദജ്ഞയാണ് ആ അമ്മ. അതുകൊണ്ടാണ് ദശരഥൻ 2 പ്രാവശ്യം ഇവർക്ക് പായസം കൊടുത്തത്. ക്രമമനുസരിച്ച് കൈകേയിക്കും കൗസല്യക്കും കിട്ടേണ്ടതിന് പകരം ഒന്നുകൂടി ആലോചിച്ച് രാജാവ് സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ അറിവിന്റെ ഉയർന്ന നിലയിലുള്ള അമ്മയാണ്. അവരുടെ വ്യക്തിത്വം സാമൂഹികമാണ്, വൈയക്തികമല്ല. എൻ്റെ പുത്രൻ എനിക്ക് ഇല്ല. അവരെപ്പോഴും ചിന്തിക്കുന്ന സമൂഹത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മകന്, കാട്ടിൽ പോകുന്ന മകന് 25 വയസ്സാണ്. നമ്മുടെ ഇന്നത്തെ 25 വയസ്സുകാരൻ്റെ മനോവിചാരങ്ങളും മനോവികാരങ്ങളും നമുക്കറിയാം. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല പല പ്രലോഭനങ്ങളുള്ള നാടാണ്. നമ്മൾ വഴി തെറ്റണ്ട എന്ന് വിചാരിച്ചാലും വഴി തെറ്റിക്കാൻ പലതും ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്തൊരു മകൻ 25 വയസ്സുകാരൻ കാട്ടിൽ പോവാണ്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇന്നത്തെ കാലത്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരവതിലുണ്ട്. മാത്രമല്ല ഒരു നല്ല പാരന്റിങ്ങും ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കൂ. 25 വയസ്സാണ് തൻ്റെ മകന്. കെട്ടിയ പെണ്ണിനെ വീട്ടിലിരുത്തിയിട്ടാണ് അവൻ 14 കൊല്ലം പോകാൻ പോകുന്നത്. ആലോചിച്ച് നോക്കണം. ഊർമിളയ്ക്ക് വാൽമീകി രാമായണത്തിൽ ഒരു ഡയലോഗുമില്ല. പക്ഷെ ആ അമ്മ സീതയെ പോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരു ഡയലോഗ് ഇല്ലെങ്കിലും ഇന്നും സമൂഹ മനസ്സിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ, കുറെ സംസാരിച്ചില്ലെങ്കിലും സമൂഹത്തിന്റെ ഉള്ളിൽ തൻ്റെ ആ സമർപ്പിത ജീവിതം കൊണ്ട്, ആരും കാണാതെ ആ സമർപ്പിത ജീവിതം ലോകം അറിയും. അതിന്റെ ഉദാഹരണമാണല്ലോ ഊർമിള, ലക്ഷ്മണന്റെ ഭാര്യ. അപ്പൊ കെട്ടിയ പെണ്ണിന് വീട്ടിലിരുത്തി പോവാണ്. മാത്രമല്ല 12 വർഷമായി ഇവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. ഭാര്യയെ വീട്ടിലിരുത്തി പോവാണ്. പോകുന്നത് എവിടേക്കാ? ഇന്നത്തെ കാലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ നാട്ടിലേക്കൊക്കെ ആണെങ്കിൽ സമ്മതിക്കും, കാരണം മാസാമാസം ലക്ഷങ്ങൾ കിട്ടുമല്ലോ. എന്നാലും ആ വിഷമമൊക്കെ സഹിക്കുന്നു വിചാരിക്കാം. ഇത് കാട്ടിലേക്കാണ്. ഇത് 2 കൊല്ലം കൂടുമ്പോൾ വരാൻ പറ്റില്ല. 14 കൊല്ലം കഴിയും. അപ്പോൾ 39 വയസ്സാവും തൻ്റെ മകന്. അവൻ്റെ മുഴുവൻ യൗവനവും പോവുകയാണ്. ഈ സമയത്തൊരമ്മ, മനഃശാസ്ത്രജ്ഞയായ അമ്മ, 25 വയസ്സുകാരൻ്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു ഈ അമ്മയ്ക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ശ്ലോകം രാമായണത്തിൽ പ്രസിദ്ധമായത് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് അമ്മ പറയുന്ന വാക്കാണ് നാം മനസ്സിലായി. അതിൽ രണ്ടാമത്തെ ഒരു വരിയുണ്ട്, മാം വിദ്ധി ജനകാത്മജ. വിദ്ധി എന്ന് പറഞ്ഞാൽ നീ അറിയൂ, മനസ്സിലാക്കൂ. മാം, അമ്മ, ഞാൻ തന്നെയാണ്. ജനകാത്മജ, ജനകന്റെ പുത്രിയായ ജാനകി, സീത, മോനെ, അത് ഞാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ കാടിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. കാട് സ്വച്ഛന്തമാണ്, ശീതളിമയാണ്, തണുപ്പാണ്. സ്വാഭാവികമായും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ്. കാട്ടിൽ പോകുന്നവന് സ്വന്തം ഭാര്യയുടെ അതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീയോടൊപ്പം തന്നെയാണല്ലോ പോകുന്നത്. കാട്ടിൽ സ്വകാര്യതകൾക്ക് സ്ഥാനമില്ല. പക്ഷേ രാമൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല. രാമന് പലപ്പോഴും പല ഇടങ്ങളിലേക്കും പോകേണ്ടി വരും. അപ്പോൾ നീ ഏട്ടത്തിയമ്മയോടൊപ്പം ജീവിക്കേണ്ട സ്ഥിതി വരും. നിങ്ങൾക്ക് തമ്മിൽ യാതൊരു തരത്തിലുമില്ലാത്ത തടസ്സങ്ങളില്ലാത്ത സമയം, ഏകാന്തത കിട്ടുന്ന സമയം. ആ സമയത്ത് എൻ്റെ ഉണ്ണി, കുഞ്ഞെ,
നിന്റെ മനസ്സിൽ വിചിത്രമായൊരു ചിന്തയുണ്ടാകരുത്. അതുകൊണ്ട് മാം വിദ്ധി ജനകാത്മജ. മാത്രമല്ല, അച്ഛൻ 3 കെട്ടിയവനാണ്. അച്ഛൻ്റെ ആ സ്വഭാവ വൈചിത്രം നിനക്കുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ കുഞ്ഞെ മാം വിദ്ധിയും ജനകാത്മജ. എന്ത് ബുദ്ധിയുള്ള അമ്മയാ. അതാണ് മനഃശാസ്ത്രത്തിന്റെ ഉത്തമ ശൃംഗത്തിലെത്തി 25 വയസ്സുകാരനെ വളർത്തുന്ന അമ്മയ്ക്ക് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നറിയാം. അതിനനുസരിച്ച് തൻ്റെ കുഞ്ഞിനെ പറഞ്ഞ് ശരിയാക്കി എടുക്കുകയാണ്. ഇന്ന് യൂറോപ്പിലേക്ക് ഒരു അമ്മ വിടുമ്പോൾ തൻ്റെ കുഞ്ഞിനോട് എന്താ പറയുക? ആ കുഞ്ഞത് അനുസരിക്കുമോ? ലക്ഷ്മണൻ ഇത് അനുസരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്മണനെ നമ്മൾ തൊഴുതു പോകുന്നത് 38 വയസ്സ് ലക്ഷ്മണൻ, ഏതാണ്ട് ഒരു 37 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുന്നുണ്ട്. രാവണന്റെ കയ്യിൽ നിന്ന് കുതറി സീത ആ പുഷ്പകത്തിൽ പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ സ്വർണം കുറച്ചെടുത്ത് താഴേക്ക് ഇടുന്നുണ്ട്. ഇത് സുഗ്രീവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. സുഗ്രീവൻ ഇത് സീതാന്വേഷണത്തിന് പമ്പാസരസിൽ വന്ന രാമനെ ഋഷിമുഖാചലത്തിൽ ഹനുമാൻ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട്, ആകാശമാർഗെ പോയ ഒരമ്മ കുറച്ച് സ്വർണ്ണമൊക്കെ ഞങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. അതൊരു ഇളം മഞ്ഞ നിറത്തിലുള്ള സാരിയുടെ ഒരു ഭാഗം കീറിയ ഉത്തരീയത്തിലാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ഭാര്യയുടെ തന്നെയാണോ എന്ന് നോക്കൂ. ശ്രീരാമന് സീത നഷ്ടപ്പെട്ടതോടെ ചിത്തഭ്രമം വന്നു എന്നാണ് വാൽമീകി പറഞ്ഞത്. ഭാര്യ നഷ്ടപ്പെട്ട എത്ര ഭർത്താക്കന്മാർക്ക് ചിത്തഭ്രമം വരുന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ ഇവിടെ ചിത്തഭ്രമം വന്നു രാമന്. ചിത്തഭ്രമം വന്നൊരു വ്യക്തിക്ക് സ്വർണം കണ്ടാൽ മനസ്സിലാവും. ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ലക്ഷ്മണൻ നീ ഒന്ന് നോക്ക്. ഒരു 36-37 വയസ്സുള്ള ഒരു യുവാവ്, അവന് നല്ല തുടുത്ത യൗവനമുണ്ട് ആ സമയത്ത്. അവൻ ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് നോക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നാഹം ജാനാമി കേയൂരെ നാഹം ജാനാമി കുണ്ടലെ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. നാ അഹം, എനിക്ക് അറിയില്ല, ഈ കുണ്ടലം, ഈ കമ്മൽ എനിക്ക് മനസ്സിലായില്ല, ഈ വള എനിക്ക് മനസ്സിലായില്ല, ഈ മാല എനിക്ക് മനസ്സിലായില്ല. ഞാൻ അറിയുന്നത് ചിലങ്കയാം. ഈ ചിലങ്ക എനിക്ക് മനസ്സിലായി, പാദസരം. ഇതെൻ്റെ ഏട്ടത്തിയമ്മയുടേതാണ്. കാരണം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ആ വരുന്നതെന്ന്. മാം വിദ്ധി ജനകാത്മജാം എന്നുള്ള ആ ജാനകി എൻ്റെ അമ്മയാണ്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഏട്ടത്തിയമ്മയുടെ പാദനമസ്കാരം നടത്താറുണ്ട്. അപ്പോൾ പാദസരം കണ്ടിട്ടുണ്ട്. അത്ഭുതം അതല്ല. എന്നിട്ടും ആ കമ്മലും മാലയും വളയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ പ്രായത്തിലുള്ളൊരു യുവാവിൻ്റെ ചാരിത്ര്യം, സ്വഭാവം, അതെത്ര പവിത്രമാണെന്ന് നോക്കൂ, ശ്രേഷ്ഠമാണെന്ന് നോക്കൂ. ഈ ലക്ഷ്മണനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുത്തില്ലല്ലോ. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം, നല്ല ഒരു സുമിത്ര മാതാവ് ഉണ്ടാവുക, സുമിത്രയ്ക്ക് സൗമിത്രി ലക്ഷ്മണൻ ഉണ്ടാകൂ. ലക്ഷ്മണന്റെ പുനർജനനം കൊണ്ട് മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന, ഇന്ന് സമൂഹത്തിൽ ഒരു പെൺകുഞ്ഞ് വീട്ടിൽ നിന്ന് പോയാൽ ഒരമ്മയ്ക്ക് എത്ര വേദനയുണ്ടോ, ആ വേദന മാറാൻ വേറെ വഴിയൊന്നുമില്ല. ലക്ഷ്മണന്മാർ പുനർജനിച്ചേ പറ്റൂ. അതിന് രാമായണമാണ് നമ്മുടെ കയ്യിലുള്ള ഏകമായൊരു വഴി. ഇപ്പോൾ ധാരാളം ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലും രാമായണത്തിലെ ഈ ഒരു സൂക്ഷ്മമായ മനഃശാസ്ത്രമുണ്ട്. അതൊരു പാരന്റിങ്ങും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് രാമായണത്തിലെ ശ്രേഷ്ഠ ശ്ലോകം അത് ഈ മാം വിദ്ധിയും ജനകാത്മജാം, ആ ശ്ലോകത്തിൽ ഈ വരിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.